നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഒപ്പം തന്നെ 1-2 ഡെലിവറി പോകാനുണ്ട്. ആ ഡെലിവറിയും കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് വിടണം. അപ്പോൾ കമ്പനിയുടെ അകത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം കുറേ വർക്കുകൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലീവായ നമ്മുടെ സ്റ്റാഫുകളെല്ലാം തിരികെ എത്തിയിട്ടുണ്ട്. വാഷിങ്ങിൽ ആളിപ്പോൾ വാഷിങ് നല്ല സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഡെലിവറിക്ക് പോകുന്ന 2 സ്റ്റാഫും തിരികെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം അപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ നമുക്ക് സ്പീഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമ്പനിയുടെ അകത്തേക്ക് ചെന്നതിന് ശേഷം കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താം. കുറേ വർക്കുകൾ നമുക്കിപ്പോൾ ഫിനിഷായി കിടക്കുന്നുണ്ട്. ഇന്നലെ അതെല്ലാം ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണക്കാനുണ്ട്, മടക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ചില തുണികൾക്ക് നീളം കൂടുതലായതുകൊണ്ട് ഈ ഡ്രയറിൻ്റെ അകത്ത് കിടന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതായത് കുരുക്ക് വീണിട്ടുണ്ട്. ആ കുരുക്കുകളൊക്കെ ഒന്ന് അഴിച്ച് ലെവൽ ചെയ്തിട്ട് വേണം ഇന്നത്തെ വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷ്. അതുകൊണ്ട് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഞാൻ കമ്പനിയുടെ അകത്തേക്ക് ചെന്നതിന് ശേഷം ഇന്നത്തെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഭയങ്കര മോശമാണ്, കണ്ടോ, നല്ല മഴയാണ് വരുന്നത്. അപ്പോൾ നല്ല മോശമാണ് ക്ലൈമറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികളൊന്നും നമ്മൾ പുറത്തിട്ടിട്ടില്ല. എല്ലാം ഡ്രയറിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കമ്പനിയുടെ അകത്തേക്ക് കയറുകയാണ്. കമ്പനിയുടെ അകത്തേക്ക് കയറുമ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഒത്തിരി വർക്കുകൾ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വന്ന വർക്കാണ്, ഈവൻസിൻ്റെ വർക്കാണ്. പിന്നെ ഇതും ഒരു ഈവൻസിൻ്റെ വർക്ക് വന്ന് നടക്കുന്നതാണ്. ഇതൊക്കെ മുഴുവൻ സീലിംഗ് ക്ലോത്തുകളാണ്. പിന്നെ ഈ വന്ന് നടക്കുന്നതും ഈവൻസിൻ്റെ തന്നെ വർക്കുകളാണ്. പിന്നെ ഇത് ഹോട്ടൽ റൂംസിൻ്റെ വർക്ക്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്തിറക്കിയിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം ഇന്ന് ഡെലിവറി പോകാനുള്ള വർക്കുകളാണ്. ഇത് ഈവൻസിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ വാഷിങ് കഴിഞ്ഞ് ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ സെയിം ഈവൻസിൻ്റെ തന്നെ വാഷ് ചെയ്തിട്ട് ക്ലീൻ ആവാത്ത തുണികൾ മാറ്റിയിട്ട് റീവാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഹോട്ടൽ റൂംസിൻ്റെ ബെഡ്ഷീറ്റുകളെല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വർക്കുകൾ ഇതെന്ന് പറയുന്നത് വാഷിങ് കഴിഞ്ഞ് കിടക്കുന്ന വർക്കാണ്. ഇതിപ്പോൾ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. ആ കിടക്കുന്നതൊക്കെ ഇതിനു മുമ്പ് വന്ന വർക്കുകളാണ്. അപ്പോൾ ഇതിനു മുമ്പ് വന്ന വർക്കിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇത്. അപ്പോൾ ആ വർക്കുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ വാഷിങ് നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഈവൻസിൻ്റെ വർക്ക് ഇവിടെ റണ്ണിങ് ആണ്, സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. 2 മെഷീനിലും ഈവൻസിൻ്റെ വർക്ക് സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് കാർപ്പറ്റിൻ്റെ വർക്കാണ്. കഴിഞ്ഞ ദിവസം വാഷ് ചെയ്ത കാർപ്പറ്റുകളെല്ലാം ഡെലിവറിക്ക് വേണ്ടിയിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്ലാന്റിൻ്റെ അകത്ത് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡ്രയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രയറിൻ്റെ അകത്ത് ഹോട്ടൽ റൂംസിൻ്റെ ബെഡ്ഷീറ്റുകൾ ഉണക്കിയത് കിടക്കുന്നുണ്ട്. അതിങ്ങനെ ഇതെടുത്ത് ഫോൾഡ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കുറച്ച് യൂണിഫോംസ് ഒരു ബേക്കറിയുടെ കുറച്ച് യൂണിഫോംസ് വന്നിട്ടുണ്ട്. അത് വാഷ് ചെയ്ത് ഉണക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈവൻസിൻ്റെ യൂണിഫോംസ് തന്നെയാണ്, അത് ഉണക്കാനുണ്ട്. അപ്പോൾ വർക്കുകളെല്ലാം നമുക്ക് സ്പീഡിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോണ്ടറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഈവൻറ്റ്സ് മാനേജ്മെൻറ്റ് വർക്കും ഹോട്ടൽ റൂംസിൻ്റെ വർക്കുകളും മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഈവൻറ്റ്സുകാർ ക്ലോത്ത് വാഷ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മീറ്ററിന് മുകളിൽ നീളമുള്ള ക്ലോത്താണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇത്ര നീളമുള്ള തുണികളെല്ലാം നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെലിവറി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. നമ്മുടെ വണ്ടി ഓൾറെഡി ഫുൾ ലോഡാക്കി. നമുക്ക് ലോഡിങ്ങിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നേരെ നമ്മൾ തിരുവാണിയൂർക്ക് പോവുകയാണ്. ആക്ച്വലി ഇതിൻ്റെ പിക്കപ്പ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് പിക്കപ്പ് എടുത്തിരിക്കുന്നത് അത് ഫുൾ ലോഡായിട്ടാണ് നമുക്ക് വണ്ടി വന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വണ്ടി ഫുൾ ലോഡായി സാധനങ്ങളെല്ലാം ചെയ്ത് അവരുടെ 98% വർക്ക് ഫിനിഷാക്കി നമ്മൾ കൊടുക്കുവാണ്. കുറച്ച് വർക്കുകൾ നമ്മൾ ചെയ്ത് ക്ലിയർ ആവാതെ ഉണ്ട്. അത് റീവാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അടുത്ത് അവരുടെ പിക്കപ്പ് വരുന്ന സമയമാകുമ്പോൾ നമ്മളത് കൊടുക്കും. നമ്മൾ സാധനം ഇറക്കി കൊടുക്കേണ്ട ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ഗോഡൗൺ. നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരാഴ്ച മുമ്പാണ് വർക്കുകൾ എടുത്തത്. അപ്പോൾ വർക്കുകളെല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഡെലിവറി കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.